ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. മീൻ പൊള്ളിച്ചത് വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള മീൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് വാഴയിലയിൽ മാത്രമല്ല, മത്തനിലയിലും പൊള്ളിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 പീസ് നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. അയക്കൂറ എന്ന് പറയും. അപ്പം ഒരു പരന്ന കഷ്ണമായിട്ട് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം. ഇതിലും വലിയ പീസാക്കി കട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇതിനൊരു മസാല റെഡിയാക്കണം. അതിനു വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഒരു 2-3 ചുള വെളുത്തുള്ളിയും കൂടെ ചേർക്കുകയാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം മീനിൽ പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പം അധികം ഡ്രൈ ആയി പോകരുത്. ആ ഒരു സോഫ്റ്റ് ഇതിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് മീൻ മുറിഞ്ഞ് പോവാതെ എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ തന്നെ ആയിരിക്കും നല്ലത്. ഇതിലിപ്പോൾ എണ്ണ കുറച്ച് കുറവാണ്. ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 മണി കടുകും അത് പൊട്ടിക്കഴിയുമ്പം അതേപോലെ ഒരു 5-6 മണി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് വഴറ്റിയെടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണമെങ്കിലും എടുക്കണം. എങ്കിലേ നമുക്ക് ഈ 5 പീസ് മീനിനുള്ള മസാല കറക്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ സവാളയാണെങ്കിൽ 1 മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് കുക്കായി കഴിയുമ്പം അതിലേക്ക് ഒരു 2-3 പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 2-3 പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് ചെറുതായി അരിഞ്ഞിട്ടിടുന്നത്. മാക്സിമം ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് വഴന്ന് കിട്ടാൻ എളുപ്പത്തിൽ വഴന്ന് കിട്ടും. ഈ തക്കാളിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ആ കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു ചെറിയ പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം വാഷ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിൽ ചേർക്കാം. അപ്പോൾ നമ്മളിത് കുക്കായി വരുന്ന സമയത്തേക്ക് തന്നെ ഇതിൻ്റെ പുളി നമുക്ക് ആവശ്യത്തിന് ഇറങ്ങി കിട്ടും. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ കുടംപുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ടയില്ല. നമുക്ക് അടച്ച് വെച്ച് കഴിയുമ്പം തന്നെ അതിൽ നിന്ന് ആവി വരുന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഞാൻ മീൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മുളക് ആ മിക്സിയിൽ അരച്ചത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിൽ ചേർത്ത് ഈ മുളകൊക്കെ ഒന്ന് നല്ലവണ്ണം പച്ചച്ചുവ മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ഈ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. എങ്കിൽ നല്ലവണ്ണം കുക്കായിക്കോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിപ്പം മസാലയൊക്കെ നല്ല വെന്ത് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. പക്ഷെ ഞാനിതിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ്. ആ തേങ്ങാപ്പാൽ വറ്റി വന്നിട്ടുള്ള ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് തന്നെ ഇതിനെ വേവിക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാൽ വറ്റി വരുമ്പോഴേക്കും മസാല ഒന്നുകൂടെ കുക്കായി കിട്ടും. ഇപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മസാലയാണ് ഉള്ളത്.
അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിതിൽ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. അപ്പം ഇതിൽ നിന്ന് ആ കുടംപുളി എടുത്ത് മാറ്റിക്കളയണം. നമ്മൾ ആവശ്യത്തിന് പുളി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആ കുടംപുളി എടുത്ത് മാറ്റിക്കളയാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കണം. അതിന് ഞാൻ ഒരു വലിയ വാഴയില എടുത്തിട്ട് ഒരു പീസ് എടുത്ത് ഒന്ന് വാട്ടിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കീറിപ്പോവും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മസാല നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ച് കൊടുക്കാം. വീണ്ടും മേലയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മസാല വെച്ചതിന് ശേഷം ഇതിനെ പൊതിഞ്ഞെടുക്കാം. ഇത് നമുക്ക് നെയ്മീൻ മാത്രമല്ല ഏത് മീൻ വേണമെങ്കിലും ചെയ്യാം. ആവോലി ആണെങ്കിലും മത്തിയും അയിലയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നെയ്മീൻ ചെയ്താലാണ്. കരിമീൻ ചെയ്താലും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇത് പൊതിഞ്ഞ് ഇതിപ്പോൾ ഞാൻ കെട്ടുന്നില്ല, എനിക്ക് നല്ല കറക്റ്റ് ഇലയായത് കാരണം നല്ലോണം വാട്ടി ഇലയും കൂടി ആകുമ്പോൾ ഫോൾഡ് ചെയ്ത് അവിടെ നിന്നോളും. നിങ്ങൾക്കത് കറക്റ്റ് പൊതിഞ്ഞെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ വാഴനാര് വെച്ചിട്ടോ ഇതിനെ ഒന്ന് കെട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ മീനൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പാനിൽ തന്നെ ഒരു വാഴയില കൂടെ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ വേറൊരു ഇലയിൽ മത്തനില അല്ലാതെ വേറൊരു ഇലയിലും കൂടെ ഇത് പൊതിഞ്ഞെടുക്കാറുണ്ട്. അതിന് ഒരു ടൈപ്പ് ഒരു ചീരയുണ്ട്. അത് ഹിന്ദിക്കാരൊക്കെ സാമ്പാറിലെല്ലാം ഇടുന്ന ഒരു ചീരയാണ്. അപ്പോൾ ആ സാമ്പാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പം അതിൽ വെച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സമയം വെച്ച് പൊള്ളിച്ച് കഴിഞ്ഞാലും ആ ഇല ഉണങ്ങിപ്പോവില്ല. വാഴയില പോലെ അത് ഉണങ്ങിപ്പോവില്ല. അതിൽ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. ആ ഒരു ഇല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ അതിൽ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വാഴയില ഇതിൽ വെക്കുന്നുണ്ട്. ഒരു പാനിൽ വാഴയില വെച്ചിട്ടാണ് അതിൻ്റെ മേലയിൽ നമ്മൾ പൊതിഞ്ഞ ഇല വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ പൊതിഞ്ഞ ഇല വേഗം ഡ്രൈ ആയിപ്പോവും. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഒരു 5 മിനിറ്റ് വെച്ച് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.